മാറ്റമില്ലാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മാറ്റം. അതാ ഞാൻ പറഞ്ഞത്. മാറാതിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, പ്രകൃതിയിൽ. അതെന്താണ്? മാറ്റമാണ്. അത് നിങ്ങൾക്ക് ഓരോരാൾക്കും വ്യാഖ്യാനിക്കാം, വിശദീകരിക്കുകയും ചെയ്യും. ഞാനതിലൊന്നും കിടക്കേണ്ട കാര്യമില്ല. അതുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ഘട്ടം കഴിഞ്ഞ് 3ാം ഘട്ടത്തിലേക്കുള്ള പ്രവേശനം ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ ശക്തികളും ജനാധിപത്യ ശക്തികളും മതനിരപേക്ഷവാദികളും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കം. അല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. മാറാതിരിക്കുന്നത് മാറ്റം മാത്രമാണെന്ന് പറഞ്ഞു വെച്ചല്ലോ. അതിന്റെ മേലെ ആവശ്യമുള്ള അതൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ടിയില്ല. അതില്ല. അതിന്റെ മേലെ ഉള്ള ചർച്ച ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ കുറെ പത്രസമ്മേളനം ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിനില്ല, എന്നാൽ അതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്ന് കരുതുകയും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇത് പരീക്ഷണമല്ലാണ്. ഇത് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ കേരളം. ആ പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നാനാതുറകളിലുള്ള ജനവിഭാഗങ്ങളെ മുഴുവൻ ഒന്നിച്ചണിനിരത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ വികസനം തന്നെയായിരിക്കും. കേരള വികസനം. അത് എണ്ണി ജനങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഈ 9.5 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിനും ഇതുപോലെ ഒന്ന് അവകാശപ്പെടാൻ ഇതിനു മുമ്പ് ഉള്ളത് സാധിച്ചിട്ടുമില്ല. എന്താ സംശയം അക്കാര്യത്തിൽ? അവസാനിപ്പിക്കാം. പാലസ്തീൻ ഐക്യദാർഢ്യം ഹിന്ദു വിരുദ്ധമൊന്നുമല്ല. പാലസ്തീൻ ഐക്യദാർഢ്യം ഇപ്പോൾ ലോകം മുഴുവൻ ഒരേപോലെ ഒറ്റക്കെട്ടായി, ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും അതിനോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെയും സമീപനത്തെ ഇസ്രയേലുമായി ചേർത്ത് വെച്ചുകൊണ്ട് അതിനിശ്ചിതമായ വിമർശനത്തിന് ലോകം മുഴുവൻ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം ഉൾപ്പെടെയുള്ള കാര്യം മാത്രമല്ല, ഖത്തറിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ബോംബാക്രമണം ഉണ്ടല്ലോ ഇസ്രയേലിന്റെ, ആ പ്രശ്നം ഞങ്ങൾ സെപ്റ്റംബർ 15-ാം തീയതി സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചല്ലോ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15-ന് കേരളത്തിലെ 210 കേന്ദ്രത്തിലും അന്ന് ഞങ്ങൾ ശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ട് പാലസ്തീൻ അംബാസഡർ തന്നെ പങ്കെടുത്തുകൊണ്ട് കോഴിക്കോട് വലിയ റാലി നടക്കുകയാണ് വരുന്ന 2-ാം തീയതി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ജാതി, ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു വിഭാഗമല്ല. ഞാൻ അതാണ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞത്. എല്ലാ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതുപോലെ തന്നെ CPIയും ഉൾപ്പെടെയുള്ള പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളും മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശകലനം ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് വേറെ ഒരു പ്രശ്നമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ലോകത്തെ വികസിത രാജ്യങ്ങളിലെ, അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഞങ്ങളുടെ ഉന്നം. ആ ഉന്നത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം മുഴുവൻ നവകേരളം എന്ന അർത്ഥത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാ കാര്യം. പാലക്കാടില്ല. SNSS പിന്തുണയിലും മറുപടി പറയുകയായിരുന്നു MV ഗോവിന്ദൻ. 3ാം ഭരണത്തിനൊരുങ്ങുകയാണ്. ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം, പിന്തുണ വേണം. മാറ്റമില്ലാത്തതായി ഒന്നേയുള്ളൂ, അത് മാറ്റമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് MV ഗോവിന്ദൻ.